ഇനി ഇമാം ബുഖാരി റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ, അവൻ്റെ രണ്ട് കണ്ണുകൾക്കുമിടയിൽ കാഫിർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടാകും. കാഫിർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ രണ്ട് കണ്ണുകൾക്കിടയിലും ചില റിവായത്തിലുള്ളത് കഫറ എന്ന് തന്നെ എഴുതിയിട്ടുണ്ടാകുന്നതാണ്. ഓരോ അക്ഷരങ്ങൾ മുഖത്ത ആയിക്കൊണ്ട് കാഫ് കഫറ എന്നായിരിക്കും, അല്ലെങ്കിൽ കാഫിർ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടാകും. പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ കാഫിർ എന്ന് എഴുതപ്പെട്ടത് യഖറഉഹു കുല്ലു മുഅ്മിനിൻ, എല്ലാ മുഅ്മിനുകൾക്കും അത് വായിക്കാൻ കഴിയുമെന്നാണ്. നോക്കൂ, എല്ലാ മുഅ്മിനുകൾക്കും, എല്ലാ വിശ്വാസികൾക്കും അത് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈമാൻ സ്വീകരിക്കണം, സത്യവിശ്വാസം സ്വീകരിക്കണം, തൗഹീദ് സ്വീകരിക്കണം. ഈമാൻ എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്, കേവല വിശ്വാസമല്ല. ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അബൂജഹലും അബൂലഹബും മക്കയിൽ പ്രവാചകനെ എതിരിട്ട പ്രവാചകന്റെ ശത്രുക്കളും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇല്ലാ വഹും മുശ്രിക്കൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ അവർ വിശ്വസിക്കുന്നില്ല. അവർ ശിർക്ക് ചെയ്യുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. അപ്പോൾ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ ശിർക്കില്ലാത്ത വിശ്വാസമാണ്. ശിർക്കുള്ളതിന് ഈമാൻ എന്ന് പറയില്ല. അപ്പോൾ തൗഹീദുള്ള, അള്ളാഹുവിൻ്റെ ഏകത്വം കൃത്യമായി മനസ്സിലാക്കിയ, തൗഹീദുർ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മായിലും സിഫാത്തിലും അബദ്ധങ്ങൾ പറ്റാത്ത മുഅ്മിനുകൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാനും സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ കാത്തിബിൻ വഗൈരി കാത്തിബിൻ, എഴുതാൻ അറിയുന്ന ആളാണെങ്കിലും ശരി, എഴുതാൻ അറിയാത്ത ആളുകളാണെങ്കിലും ശരി, അവർക്കത് വായിക്കാൻ പറ്റുമെന്നാണ്. ശ്രദ്ധിക്കുക, എഴുതാൻ അറിയുന്ന ആളാണെങ്കിലും ശരി, എഴുതാൻ അറിയാത്ത ആളുകളാണെങ്കിലും ശരി, അവർക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ പ്രധാനം എന്താണ്? അതിൽ വലിയൊരു പോയിന്റ് ഉണ്ട്. മുഅ്മിനുകളായ തൗഹീദുള്ള ഒരാൾക്ക് എഴുത്തും വായനയൊന്നും അറിയാത്ത സാധാരണക്കാരനാണെങ്കിലും അവന് വിജയിക്കാൻ പറ്റും. പക്ഷേ ഞാൻ വലിയ പഠിപ്പുള്ള ആളാണ്, ഞാൻ വലിയ എഡ്യൂക്കേഷനുള്ള ആളാണ്, എനിക്ക് ഒരുപാട് ഡിഗ്രികളുണ്ട്, എനിക്ക് പല ഭാഷകളും എഴുതാനറിയാം, പല ഭാഷകളും സംസാരിക്കാനറിയാം, എനിക്കതൊക്കെ കേട്ടാൽ മനസ്സിലാകും. എന്നാൽ ഇസ്ലാം എന്താണെന്നറിയില്ല, തൗഹീദ് എന്താണെന്നറിയില്ല, ദീൻ എന്താണെന്നറിയില്ല, അവന് കഫറ എന്ന 3 അക്ഷരം വായിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പഠനം എന്നത് മതത്തിലുള്ള അറിവാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ അവർക്ക് അള്ളാഹു മതത്തിൽ അറിവ് നൽകും. മതപരമായ അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതാണ് നമ്മെ സഹായിക്കുക. അതുകൊണ്ട് എഴുത്തും വായനയും അറിയാത്തവന് പോലും അവൻ മുഅ്മിനാണെങ്കിൽ, അവൻ വിശ്വാസിയാണെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസനാണെങ്കിൽ, ദജ്ജാലിൻ്റെ 2 കണ്ണുകൾക്കിടയിലും എഴുതപ്പെട്ട കാഫിർ അല്ലെങ്കിൽ കഫറ എന്ന വേർഡ് വായിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, وإن الدجال ممسوح العين اليسرى عليها ظفرة غليظة, ദജ്ജാലിൻ്റെ ഇടത് കണ്ണിലും ഒരു കുഴപ്പമുണ്ടാകും. മംസൂഹുൽ ഐനിൽ യുസ്റ, ഇടത് കണ്ണ് അതും നീക്കം ചെയ്യപ്പെട്ടത്, അതിൻ്റെ പ്രകാശം നീക്കം ചെയ്യപ്പെട്ടതായിരിക്കും. അതോടൊപ്പം അലൈഹ ലഫറത്തുൻ ഗലീള, ലഫറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ തെറ്റം അഥവാ മൂക്കിൻ്റെ അടുത്തോട് ചേർന്ന് നിൽക്കുന്ന കണ്ണിൻ്റെ ഭാഗം, കണ്ണുനീരൊക്കെ വരുന്ന ഭാഗം, കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചുവന്ന മാംസക്കഷ്ണം പോലെയുള്ളൊരു ഭാഗമുണ്ട്. കണ്ണുനീര് വരുന്ന ആ ഭാഗത്ത് അവിടെ ഒരു ചെറിയ മാംസം കഷ്ണം പോലെയുള്ള ഭാഗമുണ്ട്. അതിനാണ് ലഫറത്ത് എന്ന് പറയുന്നത്. അത് ഗലീള, പരുക്കനായിരിക്കും.
ഏകദേശം കണ്ണിൻ്റെ വെള്ളയിലേക്ക് തന്നെ അത് ഇറങ്ങി വന്നിട്ടുണ്ടാകുമെന്നാണ് ആ മാംസം. അങ്ങനെ ഇടത് കണ്ണ് ഭാഗികമായി മാത്രമേ കാഴ്ച ഉണ്ടാവുള്ളൂ. ഒരു തരം തിമിരം പോലെ, ഒരു തരം പാട പോലെ കണ്ണുനീര് വരുന്ന ആ ഭാഗത്തുള്ള ആ ഒരു ചുവന്ന മാംസക്കഷ്ണം കണ്ണിലേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ടാകും. ഖലീൽ, അത് പരുക്കനായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇടത് കണ്ണും ഐബുള്ളതാണ്. ഇടത് കണ്ണും ഐബുള്ളതാണ്. അതോടൊപ്പം വലത് കണ്ണോ, ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അവറുൽ ഐനിൽ യുംന, അവൻ്റെ വലത് കണ്ണ് പൂർണ്ണമായും പ്രകാശം നഷ്ടപ്പെട്ടതാണ്. കഅന്ന ഐനഹു ഇനബത്തുൻ ത്വാഫിയ, ത്വാഫിയത്തായ ഇനബത്ത് പോലെ എന്ന് പറഞ്ഞാൽ തൊലിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന മുന്തിരി. ഒരു തരം വെള്ള നിറമാണ് അതിനുണ്ടാവുക. ആ നിറം എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ണുകളുടെ പ്രകാശം മങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു നിറമാണത്. മുന്തിരിയുടെ ഉൾഭാഗത്തുള്ള ആ വെള്ള പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന ആ മുന്തിരിയുടെ ആ ഒരു കളറാണ് അവൻ്റെ വലത് കണ്ണിനുണ്ടാവുക. ഇടത് കണ്ണ് നാം നേരത്തെ പറഞ്ഞതുപോലെ ഖലീലായ ഒരു ലഫറത്ത്, ഒരു മാംസം അതിങ്ങനെ ഒരു പാട പോലെ വന്നിട്ട് അതും മൂടിയിട്ടുണ്ടാകും. അപ്പോൾ രണ്ട് കണ്ണുകൾക്കും ന്യൂനതയുണ്ട്. എന്നാൽ വലത്തെ കണ്ണ് അത് പൂർണ്ണമായും തുറിച്ച മുന്തിരിയുടെ ഒരു കളറാണ് ഉണ്ടാവുക. ആ നിലക്കായിരിക്കും അവൻ്റെ കണ്ണ് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ പ്രധാനമായും പ്രവാചകൻ ഒരുപാട് ഹദീസുകളിൽ ഒരേപോലെ വന്നിട്ടുള്ള, പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള രണ്ട് സിഫത്തുകളാണ് ഇവിടെ പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, അവൻ്റെ കണ്ണ്, വലത് കണ്ണ് പൂർണ്ണമായും പ്രകാശം മങ്ങിയ തുറിച്ച മുന്തിരിയുടെ രൂപത്തിലായിരിക്കും. അതധികം പുറത്തേക്ക് തള്ളിയതുമായിരിക്കില്ല, അധികം ഉള്ളിലേക്ക് വലിഞ്ഞതുമായിരിക്കില്ല, അതല്ലാത്ത രൂപത്തിലായിരിക്കും അതിൻ്റെ നൃത്തം എന്ന് മറ്റു ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇടത് കണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ പാട, കണ്ണുനീര് വരുന്ന ആ ഭാഗം മുതൽ ഏകദേശം കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഭാഗം വരെ ഒരു തടിച്ച മാംസക്കഷ്ണം പോലെ ഇങ്ങനെ ഒരു പാട പോലെ വന്ന് നിൽക്കും. ആ കണ്ണിനും കുഴപ്പമുണ്ടാകും. പിന്നീട് അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിലും കഫറ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഈമാനുള്ള ആളുകൾക്ക്, അവർ എഴുത്തും വായനയും അറിയാത്തവരാണെങ്കിൽ പോലും അവർക്കത് വായിക്കാൻ സാധിക്കും. ഇതാണ് പ്രവാചകൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ. വേറെയും ഒരുപാട് അടയാളങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഇനി വരുന്ന ചൊവ്വാഴ്ചയുള്ള നമ്മുടെ ദർസിൽ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യട്ടെ. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഇൽമ് കൃത്യമായി നേടുകയും ചെയ്ത ആളുകൾക്ക് മാത്രമേ സഹോദരങ്ങളെ ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ അറിവ് നേടുക. പ്രവാചകൻ്റെ മുന്നറിയിപ്പുകളെ, പ്രവാചകൻ്റെ കൽപ്പനകളെ, താക്കീതുകളെ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. ഖുർആനിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക. നമ്മുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു. അശ്രദ്ധയുടെ മൂടുപടം വലിച്ചെറിഞ്ഞ് ഉണരുക. ഒരുപാട് പരീക്ഷണങ്ങളിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാരകങ്ങളായ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, COVID-19 പോലെ നാം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വലിയ പരീക്ഷണങ്ങൾ, ഇതെല്ലാം കണ്ടിട്ടും അശ്രദ്ധയിൽ നിന്ന് നാം ഉണരുന്നില്ലെങ്കിൽ, ആലസ്യത്തിൻ്റെ ഉറക്കിൽ തന്നെയാണ് നാം കഴിഞ്ഞുകൂടുന്നതെങ്കിൽ അതൊരു തീരാ ദുഃഖമായിരിക്കും, നഷ്ടമായിരിക്കുമെന്ന തിരിച്ചറിവുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും എല്ലാതരം പരീക്ഷണങ്ങളിൽ നിന്നും, മസീഹുദ്ദജ്ജാലിൻ്റെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നുമെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനും ഇൽമും നേടി ശരിയായ അള്ളാഹുവിൽ അറിവുള്ള ആളുകളായി മാറി ഇഹത്തിലും പരത്തിലും വിജയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകട്ടെ.